ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ലെക്ചറുകളിൽ നമ്മൾ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ കുറിച്ചിട്ടായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പോൾ ഞാൻ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ ചെയ്തിരുന്നു. സോ നമ്മളിതിനു മുമ്പ് കണ്ട പോലെ തന്നെ ഇൻവേഴ്സ് ഫൊറിയർ ട്രാൻസ്ഫോം ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള ഒരു സിഗ്നലിനെ തിരിച്ച് ടൈം ഡൊമെയിനിലേക്ക് കൊണ്ടുവരുന്ന മെത്തേഡാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ എഫ് ഓഫ് എസ് എന്ന് പറയുന്ന സിഗ്നലിനെ തിരിച്ച് ടൈം ഡൊമെയിനിലേക്ക് കൊണ്ടുവരുന്ന മെത്തേഡാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞപ്പം ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ എക്സ്പ്രഷൻ എന്താണെന്നുള്ള ഞാൻ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു 1/2πj ഇൻ്റഗ്രൽ സിഗ്മ മൈനസ് j ഇൻഫിനിറ്റി and sigma plus j infinity f of s into e raised to st dt. ഇതാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനുള്ളതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പ്രോബ്ലം ചെയ്യാനൊന്നും ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടല്ല പ്രോബ്ലം ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾ പ്രോബ്ലംസുകൾ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്ന ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് ഇൻ ടേംസ് ഓഫ് എസ് ആയിരിക്കും. ദാറ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോംഡ് സിഗ്നലിൻ്റെ ഒരു എക്സ്പ്രഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാൽ ഫസ്റ്റ് എക്സാമ്പിൾ ഇങ്ങനെയാണ്: ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്. നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണെങ്കിൽ എൽ ഇൻവേഴ്സ് എന്ന് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. ഓഫ് 1 ഡിവൈഡഡ് ബൈ എ സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2. ഇതാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ROC നമുക്ക് തന്നിട്ടുള്ളത് റിയൽ പാർട്ട് ഓഫ് s ഈസ് ഗ്രേറ്റർ ദാൻ 1 എന്നാണ്. സോ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണാനാണ് പറയുന്നത്. സോ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് കാണാൻ വളരെ എളുപ്പമാണ്. സോ ഇതിൻ്റെ ഡിനോമിനേറ്റർ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ എന്താണ്? എസ് സ്ക്വയർ പ്ലസ് 3s പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ്? എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്പാൻഷനാണ്. സോ ഈ ഇക്വേഷനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് എഴുതാം. സോ ഈ ഒരു എക്സ്പാൻഷനാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. സോ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. സോ ഈ ഇക്വേഷനെ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? അതിൻ്റെ ബേസിൽ എ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ആയിട്ട് മാറും. സോ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡൊക്കെ നമ്മൾ ഓൾറെഡി മാത്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് അത് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതിൽ നിന്ന് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. സോ ഇതിനകത്ത് നമുക്ക് എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം? ഇത് ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കിതൊന്ന് എക്സ്പ്രസ് ചെയ്യാം. ദാറ്റ് ഈസ് 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു എസ് പ്ലസ് 2 പ്ലസ് ബി ഇൻറ്റു എസ് പ്ലസ് 1 എന്നാണ് കിട്ടുക. ഇതിൽ നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എസിൻ്റെ വാല്യൂ അസ്യൂം ചെയ്യാണ്. സപ്പോസ് എസ് ഇസ് ഈക്വൽ ടു, നമ്മളിവിടെ എസിന് -2 കൊടുക്കുകയാണെങ്കിൽ എയുടെ ടേം 0 ആയി പോകും. സോ എസ് ഇസ് ഈക്വൽ ടു -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ദിസ് വിൽ ഗിവ് യു 1 ഇസ് ഈക്വൽ ടു, ഈ ടേം 0 ആയി പോകും. ബി എസിന് നമ്മൾ -2 കൊടുത്തു കഴിഞ്ഞാൽ -2 പ്ലസ് 1 ആണ് കിട്ടുക. സോ -1 ആണ് വരിക. സോ ഇതിൽ നമുക്ക് എന്താണ് തരുന്നത്? ബി ഇസ് ഈക്വൽ ടു -1 എന്നുള്ള ആൻസറാണ് തരുന്നത്. എയുടെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിലോ ഈ ടേം 0 ആക്കാൻ വേണ്ടി എസ് ഇസ് ഈക്വൽ ടു -1 നമുക്ക് കൊടുത്തു നോക്കാം. സോ എന്ത് കിട്ടും? 1 ഇസ് ഈക്വൽ ടു എ ഇൻറ്റു -1 പ്ലസ് 2 എന്ന് പറയുന്നത് എന്താണ്? എ ഇൻറ്റു 1 ആണ് നമുക്ക് കിട്ടുക. വിച്ച് വിൽ ഗിവ് യു എ ഇസ് ഈക്വൽ ടു 1. സോ എയുടെയും ബിയുടെയും വാല്യൂ നമുക്കിവിടെ കിട്ടി. അത് നമുക്കിവിടെ എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ എ എന്ന് പറയുന്നത് എന്താണ്? 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 പ്ലസ് ബി എന്ന് പറയുന്നത് എന്താണ്? -1 ആണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? ദിസ് വിൽ ബി -1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 കിട്ടും. സോ ഈ തന്നിരിക്കുന്ന സിഗ്നലിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കാണേണ്ടത്. കോമൺ സിഗ്നൽ നമ്മൾ കണ്ട സമയത്ത് നമുക്കറിയാം 1/s പ്ലസ് 1 എന്ന് പറയുന്നത് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു? ഒരു എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരുന്നു അല്ലേ? സോ അത് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുള്ളതാണ്. സോ നമുക്ക് ഡയറക്റ്റായിട്ട് എന്ത് എഴുതാം? ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഇ റേസ് ടു, ഇവിടെ +1 ആയതുകൊണ്ട് -1t ആണ് വരിക. ദാറ്റ് ഈസ് -t
ഇൻറ്റു യു ഓഫ് ടി. നമുക്ക് യു ഓഫ് ടി ആണോ എന്ന് അറിയാൻ വേണ്ടി ഇവിടെ റിയൽ പാർട്ട് ഓഫ് എസ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെന്ന് പറയുന്നുണ്ട്. സോ നമ്മളുടെ എസ് പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? സപ്പോസ് ഇതാണ് നമ്മുടെ 1 എങ്കിൽ സിഗ്മ ഇസ് ഈക്വൽ ടു 1, റിയൽ പാർട്ട് ഓഫ് എസ് എസ് എന്ന് പറയുന്നത് സിഗ്മയാണ്. സിഗ്മ ഇസ് ഈക്വൽ ടു 1 ഗ്രേറ്റർ ദാൻ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ പാർട്ടാണ്. ഈ പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പർട്ടീസ് ഓഫ് ആർ ഒ സിയിൽ നമ്മൾ കണ്ടിരുന്നു. ഈ ഒരു പാർട്ടിൻ്റെ റൈറ്റ് സൈഡാണ് വരുന്നതെങ്കിൽ ദിസ് സിഗ്നൽ ഈസ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ. സോ ഈ തന്നിരിക്കുന്ന സിഗ്നൽ ഒരു റൈറ്റ് സൈഡഡ് സിഗ്നലാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? യു ഓഫ് ടി എന്നായിട്ട് മാറും. മൈനസ് 1/s+2ൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് എന്തായിരിക്കും? ഇ റൈസ് ടു, ഇവിടെ +2 ആണെങ്കിൽ മൈനസ് 2t ആയിരിക്കും, ഇൻറ്റു യു ഓഫ് ടി, വിച്ച് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് ടി മൈനസ് ഇ റൈസ് ടു മൈനസ് 2t ഇൻറ്റു യു ഓഫ് ടി. സോ ഇതാണ് നമ്മളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഒരു തന്നിരിക്കുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുന്നത്. നമുക്കിതുപോലെ കുറച്ച് പ്രോബ്ലംസ് കൂടെ ചെയ്ത് നോക്കാം. സോ നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? കാൽക്കുലേറ്റ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദ ഗിവൺ ഫംഗ്ഷൻ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ഫംഗ്ഷൻ. സോ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും? ആദ്യം തന്നെ തന്നിരിക്കുന്ന എക്സ്പ്രഷനെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. സോ അതെന്താ കിട്ടുക? s² + 2s - 2 ഡിവൈഡഡ് ബൈ s ഇൻറ്റു s+2 ഇൻറ്റു s - 3, which will be equal to a divided by s plus b divided by s+2 plus c divided by s - 3. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ എ ബി സി വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ അത് നമുക്ക് എന്ത് കിട്ടും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ s² + 2s - 2 is equal to a into s+2 into s - 3 plus bs into s - 3 plus cs into s+2. സോ ഈ ഇക്വേഷനകത്ത് നിന്ന് നമ്മൾ എയുടെയും ബിയുടെയും സിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് നമ്മൾ എന്താ ചെയ്യുക? ലെറ്റസ് അസ്യൂം ദ വാല്യൂ ഓഫ് എസ്. നമുക്ക് ഇതിൽ s+2 എന്ന് പറയുന്നത് എയിലുണ്ട്, അതുപോലെ സിയിലും നമുക്ക് s+2 വരുന്നുണ്ട്. സോ നമ്മൾ എസ്സിന് -2 എന്ന് കൊടുക്കുകയാണെങ്കിലോ, ലെറ്റ് s is equal to -2. സോ -2 കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ മാറും? ഇവിടെ 4 - 2 ഇൻറ്റു -2 ആണെങ്കിൽ 4 - 2 is equal to ഈ ടേം 0 ആയി പോവും, അതുപോലെ ഈ ടേം 0 ആയി പോവും. ഇവിടെ -2ഉം -2ഉം കൊടുക്കുമ്പോൾ 0 ആവും. ബാക്കി വരുന്നത് എന്താണ്? b ഇൻറ്റു -2 ഇൻറ്റു -2 - 3. സോ ഇതിൽ നമുക്ക് എന്ത് വരും? -2 - 3 -5 ആണ്. -5 ഇൻറ്റു 2 പ്ലസ് 10b ആണ് കിട്ടുക. സോ 10b, ഇവിടെ ഇത് രണ്ടും ക്യാൻസൽ ആയാൽ -2 കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ബിയുടെ വാല്യൂ എന്ത് കിട്ടും? b is equal to -2/10, that is nothing but -1/5. ഇതുപോലെ നെക്സ്റ്റ് വാല്യൂ നമ്മൾ നോക്കാം. സപ്പോസ് s is equal to നമ്മൾ 0 കൊടുക്കുകയാണെങ്കിൽ ഈ രണ്ട് ടേം ക്യാൻസൽ ആയി പോകും അല്ലേ? സോ നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ ഇവിടെ -2 is equal to എസ്സിന് 0 എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് a ഇൻറ്റു 2 ഇൻറ്റു -3 കിട്ടും അല്ലേ? സോ -2 is equal to -6a ആണ് കിട്ടുക. സോ a is equal to നമുക്ക് എന്താ കിട്ടുക? 2/6, നത്തിങ് ബട്ട് 1/3 ആണ് നമുക്കവിടെ കിട്ടുന്നത്. സോ നമുക്ക് എയുടെ വാല്യൂ അറിയാം, ബിയുടെ വാല്യൂ അറിയാം. സോ എസ്സിന് എന്തെങ്കിലും ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. s is equal to 1 എന്നങ്ങനെ ഒരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം എയുടെ വാല്യൂയും ബിയുടെ വാല്യൂയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സി കാൽക്കുലേറ്റ് ചെയ്യാം. അങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സിയുടെ വാല്യൂ നമുക്ക് എന്താ കിട്ടുക? വിച്ച് ഇസ് ഈക്വൽ ടു 13/15 എന്നാണ് നമുക്കവിടെ കിട്ടുന്നത്. അതൊന്ന് സ്വന്തം ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ബി, എ ആൻഡ് സി വാല്യൂസ് നമുക്കിവിടെ കിട്ടി. ഇനി ഈ വാല്യൂസ് നമ്മൾക്ക് നമ്മുടെ സിഗ്നലിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത് എന്താണ്? 1/3 ഡിവൈഡഡ് ബൈ എസ്, ആൻഡ് ബി എന്ന് പറയുന്നത് -1/5 ആണ്. സോ -1/5 ഡിവൈഡഡ് ബൈ s+2. നൗ സി എന്ന് പറയുന്നത് 13/15 ആണ്. സോ പ്ലസ് 13/15 ഡിവൈഡഡ് ബൈ s - 3.
സോ ഈ ഒരു ഇക്വേഷൻ്റെ ഇൻവേഴ്സ് ആണ് നമ്മൾ കാണേണ്ടത്. സോ ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, സോ ഇതിൽ 1/3 ഈസ് കോൺസ്റ്റൻറ്റ്. സോ 1/3 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? 1/s ആണ് വരുന്നത്. 1/s എന്ന് പറയുന്നത് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്? യു ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. നമ്മൾ ഓൾറെഡി കണ്ടതാണത്. സോ എന്തെഴുതാം? യു ഓഫ് ടി എന്ന് എഴുതാം. മൈനസ് 1/5 1/s+2 എന്ന് പറയുന്നത് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആയിരിക്കും? ദാറ്റ് ഈസ് ഇ റേസ് ടു +2 ആണെങ്കിൽ മൈനസ് 2t യു ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. പ്ലസ് 13/15 ഇൻറ്റു ഇ റേസ് ടു -3 ആണ് വരുന്നത്. സോ ഇ റേസ് ടു 3t യു ഓഫ് ടി. ഇതാണ് നമുക്ക് കിട്ടുന്ന എക്സ്പ്രഷൻ. ഇതിൽ യു ഓഫ് ടി കോമൺ ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? 1/3 മൈനസ് 1/5 ഇ റേസ് ടു -2t പ്ലസ് 13/15 ഇ റേസ് ടു 3t ഇൻറ്റു യു ഓഫ് ടി എന്ന് നമുക്ക് എഴുതാം. സോ ക്വസ്റ്റ്യനിൽ നമുക്ക് ROC ഒന്നും തന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് യു ഓഫ് ടി എന്ന് അസ്യൂം ചെയ്ത് നമുക്ക് എഴുതാം. സോ ദിസ് ഈസ് ദ ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 3s + 7 ഡിവൈഡഡ് ബൈ s² - 2s - 3. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് ROC തന്നിട്ടുണ്ട്. 2 ROC ടൈപ്പുകൾ തന്നിട്ടുണ്ട്. റിയൽ പാർട്ട് ഓഫ് s ഈസ് ഗ്രേറ്റർ ദാൻ 3 എന്നുള്ളൊരു ഓപ്ഷനും റിയൽ പാർട്ട് ഓഫ് s ഈസ് ലെസ് ദാൻ -1 എന്നുള്ള ഓപ്ഷനും നമുക്ക് തന്നിട്ടുണ്ട്. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് ചെയ്യാം അല്ലേ. സോ ഇതിൽ s² - 2s - 3 എന്ന് പറയുന്ന എക്സ്പ്രഷൻ എന്തിൻ്റെ എക്സ്പാൻഷനാണ്? s - 3 ഇൻറ്റു s+1ൻ്റെ എക്സ്പാൻഷനാണ് അല്ലേ. സോ നമുക്ക് ഇതിനെ ഇതുപോലെ ഡിവൈഡ് ചെയ്ത് എഴുതാം. സോ ഈ എക്സ്പ്രഷൻ വെച്ചിട്ട് നമ്മളുടെ എക്സ്പ്രഷൻ എങ്ങനെ മാറ്റി എഴുതാം? 3s + 7 ഡിവൈഡഡ് ബൈ s - 3 ഇൻറ്റു s+1. സോ നമ്മളുടെ പാർഷ്യൽ ഫ്രാക്ഷൻ എങ്ങനെ വരും? a ഡിവൈഡഡ് ബൈ s - 3 പ്ലസ് b ഡിവൈഡഡ് ബൈ s+1. ഓക്കെ, സോ ഇതിൽ നിന്ന് നമ്മൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം. സോ എങ്ങനെ കിട്ടും? 3s + 7 ഇസ് ഈക്വൽ ടു a ഇൻറ്റു s+1 പ്ലസ് b ഇൻറ്റു s - 3. ഓക്കെ, ഇതിൻ്റെ ബാക്കി സ്റ്റെപ്പുകൾ ഞാൻ എഴുതുന്നില്ല. നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷനകത്ത് നിന്ന് എയുടെയും ബിയുടെയും വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക എങ്ങനെയാണെന്ന് ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു. സോ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു 4 എന്നും ബിയുടെ വാല്യൂ ഇസ് ഈക്വൽ ടു -1 എന്നുമാണ് നമുക്ക് കിട്ടുക. സോ ഈ എയുടെയും ബിയുടെയും വാല്യൂ നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇസ് ഈക്വൽ ടു 4 ഡിവൈഡഡ് ബൈ s - 3 മൈനസ് 1 ഡിവൈഡഡ് ബൈ s+1 അല്ലേ. സോ ഇതാണ് നമുക്ക് കിട്ടുക. സോ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് വിച്ച് ഇസ് ഈക്വൽ ടു ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ്, ഇതാണ് നമ്മൾ കാണേണ്ടത്. സോ ഇവിടെ നമ്മൾ കേസുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ 2 കേസ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് ഓഫ് s ഇസ് ഗ്രേറ്റർ ദാൻ 3 എന്നാണ് പറയുന്നത്. സോ നമ്മളുടെ ROC എന്ന് പറയുന്നത് എങ്ങനെയാണ്? സപ്പോസ് ദിസ് ഇസ് 3, സിഗ്മ 3 എന്ന് പറയുന്ന വാല്യൂ ആണെങ്കിൽ ദിസ് ഈസ് അവർ ROC. ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്ന ദിസ് ഈസ് ദ ROC. ദിസ് ഈസ് അവർ ഇമാജിനറി. സോ ഈ ഒരു ROC ആണ് നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എക്സ്പ്രഷൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ബേസ്ഡ് ഓൺ ദിസ് ROC എന്തായിരിക്കും നമുക്ക് വരിക? 4 എന്ന് പറയുന്ന കോൺസ്റ്റൻ്റ് ആണ്. 1/s - 3 1/s - 3യുടെ ഇൻവേഴ്സ് ലാപ്ലേസ് എന്താണ്? ഇ റേസ് ടു 3t ആണ് വരിക. മൈനസ് വരുമ്പം പ്ലസ് വരും. ഇൻറ്റു ROC ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാം ഇറ്റ്സ് എ റൈറ്റ് സൈഡഡ് സിഗ്നൽ. നമ്മൾ ROCയുടെ പ്രോപ്പർട്ടിയിൽ പറഞ്ഞിരുന്നു ഈ 3യുടെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ROC വരുന്നതെങ്കിൽ അത് ഒരു റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെന്ന് പറഞ്ഞു. സോ അതുകൊണ്ട് നമ്മളിവിടെ എന്ത് എഴുതും? യു ഓഫ് ടി എന്ന് നമ്മൾ എഴുതും. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന സെക്കൻഡ് ടേം എന്താണ്? -1/s+1 ആണ്. ദാറ്റ് ഈസ് ഇ റേസ് ടു -t ആണ് വരിക. അവിടെ +1 ആയതുകൊണ്ട് -t ഇൻറ്റു യു ഓഫ് ടി ആണ് നമുക്കവിടെ വരുന്നത്. സോ നമുക്കതിനെ എങ്ങനെ സോൾവ് ചെയ്യാം? 4e raised to 3t minus e raised to -t into u of t. സോ ഇതാണ് ഫസ്റ്റ് കേസിൽ നമുക്ക് ആൻസർ കിട്ടുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് കേസ് നോക്കാം. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് എന്താണ്? റിയൽ പാർട്ട് ഓഫ് s ഈസ് ലെസ് ദാൻ -1 ആണ്. സോ ഈ സെക്കൻഡ് കേസിലെ ROC നമുക്കൊന്ന് വരച്ച് നോക്കാം. സോ ദിസ് ഇസ് സിഗ്മ, ദിസ് ഇസ് j omega,
സപ്പോസ് ഇതാണ് -1 എങ്കിൽ സിഗ്മ ഈസ് ഈക്വൽ ടു -1 എന്ന് പറയുന്ന ലൈനാണിത്. നമ്മുടെ ROC എന്താ പറയുന്നത്? റിയൽ പാർട്ട് ഓഫ് എസ് ഈസ് ലെസ് ദാൻ -1 ആണ്. അതായത് ദിസ് ഈസ് ദ ROC. ROCയുടെ പ്രോപ്പർട്ടിയിൽ നമ്മൾ കണ്ടിരുന്നു ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് ROC വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് u(-t) ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്യേണ്ടത്. സോ ആ ഒരു കണ്ടീഷൻ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം കാണുകയാണെങ്കിൽ എന്താ കിട്ടുക? 4 ഇൻറ്റു ലെഫ്റ്റ് സൈഡഡ് ആണെങ്കിൽ -e⁻3t u(-t) ആണ് ആദ്യത്തേൻ്റെ ഇൻവേഴ്സ് കിട്ടുക. ദെൻ -1/s+1ൻ്റെ എന്ന് പറയുമ്പോൾ -e⁻t u(-t). ഇവിടെ വന്നതിൻ്റെ നേരെ തിരിച്ചിട്ടുള്ളതായിരിക്കും നമുക്കവിടെ കിട്ടുക. സോ വിച്ച് ഈസ് ഈക്വൽ ടു, നമുക്ക് മൈനസും കൂടെ ഇത് പ്ലസ് ആയി പോവും. സോ ദിസ് ഈസ് പ്ലസ്. സോ നമുക്ക് ഈ ടേം ആദ്യം എഴുതാം. e⁻t -4e⁻3t ഇൻറ്റു u(-t). ഇതാണ് നമുക്ക് രണ്ടാമത്തെ കേസിൽ കിട്ടുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം. സോ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ROC നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ROC അനുസരിച്ച് നമ്മുടെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ആൻസർ മാറാം. ഓക്കെ, അത് കെയർഫുൾ ആയിരിക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ. സോ ഈ ഒരു എക്സാമ്പിൾ നിങ്ങൾ നോക്കിയാൽ കാണാം ഇതിൻ്റെ ഡിനോമിനേറ്റർ ഓർഡർ ഈസ് ലെസ് ദാൻ ന്യൂമറേറ്റർ പോളിനോമിയൽ ഓർഡർ. സോ ഇങ്ങനെ വരുന്നതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുകയാണ് വേണ്ടത്. അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെത്തേഡ് ഇവിടെ കാണിച്ചു തരാം. സോ ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ഓക്കെ. ഇതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് s² ടേമാണ്, s³ ആണ്. സോ നമുക്ക് s കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. s ഇൻറ്റു ദിസ്. സോ s³ പ്ലസ് 3s² നമുക്ക് കിട്ടും. ഇതിനെ മൈനസ് ചെയ്താൽ 2 - 3, സോ -s² വരുന്നു. പ്ലസ് 6 നമുക്കിവിടെ കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെയും സ്ക്വയറാണ്. സോ നമുക്ക് -1 വെച്ച് ചെയ്ത് നോക്കാം. സോ -1 ഇൻറ്റു ദിസ് -s² -3s ആണ് നമുക്ക് കിട്ടുന്നത്. സോ ഇത് നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? ലാസ്റ്റിൽ 3s + 6. ഇത് ഈ ഒരു ടേമിൽ 3s + 6 ആണ് നമുക്കിവിടെ കിട്ടുക. ഓക്കെ, ഇനി നമുക്കിത് ഫർദർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്ത് എഴുതാം? വിച്ച് വിൽ ഗിവ് യു, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താണ്? s-1 ആണ്. സോ s-1 പ്ലസ് അടുത്ത ടേം എന്ന് പറയുന്നത് എന്താണ്? 3s + 6. ദിസ് ടേം ഡിവൈഡഡ് ബൈ s² + 3s. ഓക്കെ, സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു ഫംഗ്ഷനെ സോൾവ് ചെയ്ത് കൊണ്ടുവരാം. ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് ഇനി നമ്മൾ കാണേണ്ടത്. സോ ഫൈൻഡ് ദ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഫംഗ്ഷൻ. ഇത് രണ്ട് ഫംഗ്ഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പാർട്ടിനെ നമുക്ക് സെപ്പറേറ്റ് എടുത്ത് ചെയ്യാം. ദാറ്റ് ഈസ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് 3s + 6 ഡിവൈഡഡ് ബൈ s² + 3s. ഇത് നമ്മൾ ആദ്യം കാണണം. സോ ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ് മെത്തേഡ്. പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ എങ്ങനെ മാറ്റാം? ഈ എക്സ്പ്രഷനാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ നമ്മളുടെ ഇക്വേഷൻ എന്നുള്ളത് നമുക്കൊന്ന് എടുത്തെഴുതാം. ഫസ്റ്റ് ടേം എന്താണ്? s-1 ആണ്. പ്ലസ് 2 ഡിവൈഡഡ് ബൈ s പ്ലസ് 1 ഡിവൈഡഡ് ബൈ s + 3 ആണ് കിട്ടുന്നത്. ഇതിൻ്റെ ഇൻവേഴ്സ് ലാപ്ലേസ് ആണ് നമ്മൾ കാണേണ്ടത്. സോ ഇൻവേഴ്സ് ലാപ്ലേസ് ഓഫ് ദിസ്. ഓക്കെ, ഇതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സോ ഇത് കാണാൻ വളരെ എളുപ്പമാണ്. ഇതിൽ നമുക്ക് ആകെ കൺഫ്യൂഷൻ വരുന്നത് ഈ ഒരു s മാത്രമാണ്. സോ അതെന്താണെന്നുള്ളത് നമുക്ക് ആദ്യം പറയാം. ഡിഫറൻസിയേഷൻ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ച സമയത്ത് ഇങ്ങനെ ഒരു ഇക്വേഷൻ നമ്മൾ കണ്ടിരുന്നു. d/dt ഓഫ് f of t. ദിസ് വിൽ ഗിവ് യു s ഇൻറ്റു f of s എന്നുള്ളൊരു പ്രോപ്പർട്ടി നമ്മൾ കണ്ടിരുന്നു ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ. സോ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എസിൻ്റെ വാല്യൂ എന്താണെന്ന് കാണാൻ പോകുന്നത്. സോ നമുക്കറിയാം f of t എന്ന് പറയുന്ന സിഗ്നലിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമാണ് f of s എന്ന് പറയുന്നത്. സോ നമ്മളിവിടെ
എഫ് ഓഫ് എസിൻ്റെ വാല്യൂ 1 ആയിരുന്നെങ്കിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്തായിരുന്നു? എസ് ആയിരുന്നു അല്ലേ? സോ എസ് ഇൻറ്റു 1 എന്നാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടാം? ഇവിടുത്തെ ലാപ്ലേസ് ട്രാൻസ്ഫോമിൽ ഇത് അപ്ലൈ ചെയ്യാം. സോ 1 എന്ന് പറയുന്ന ലാപ്ലേസ് ട്രാൻസ്ഫോം കിട്ടുന്ന എക്സ്പ്രഷൻ ഏതിൻ്റെയാണ്? ഡെൽ ഓഫ് ടിയുടെ ആണ് അല്ലേ? സോ ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഓഫ് ടി എന്നുള്ളതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് എസ് എന്ന് പറയുന്നത്. സോ നമുക്ക് ഈ എസ്സിന് പകരം നമുക്ക് എന്ത് അപ്ലൈ ചെയ്യാം? ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഓഫ് ടി എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യാം അല്ലേ? സോ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്? ഡി ബൈ ഡി ടി ഓഫ് ഡെൽ ഓഫ് ടി ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടേം എന്താണ്? -1 ആണ്. -1 എന്ന് പറയുന്നത് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്? ഡെൽ ഓഫ് ടിയുടെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. പ്ലസ് അടുത്ത എന്താണ്? 2 ഇൻറ്റു 1/s ആണ് വരുന്നത്. 1/s എന്ന് പറയുന്നത് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്? ദാറ്റ് ഈസ് യു ഓഫ് ടി. സോ യു ഓഫ് ടി പ്ലസ് 1/s പ്ലസ് 3 എന്ന് പറയുന്നത് എന്തിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്? ഇ റേസ് ടു പ്ലസ് 3 ആണെങ്കിൽ -3t ഇൻറ്റു യു ഓഫ് ടി. സോ ദിസ് ഈസ് അവർ ആൻസർ. ഓക്കെ, സോ റീജിയൻ ഓഫ് കൺവേർജൻസ് ഒന്നും നമുക്കിതിനകത്ത് തരാത്തതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യു ഓഫ് ടി എന്നുള്ള വാല്യൂ തന്നെ നമുക്കിതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡിഫറെൻറ്റ് പ്രോബ്ലംസുകൾ ചെയ്യുന്നത്. സോ നിങ്ങൾ തന്നെ ഈ പ്രോബ്ലംസുകളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. സോ താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.